രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും തിരിച്ചടികളും ആക്രമണ പ്രത്യാഘാതങ്ങളും തുടർക്കഥയാകുന്ന വർത്തമാന കാലത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശത്രു രാജ്യങ്ങളുമായുള്ള പോരാട്ടത്തിൽ അമ്പെയ്ത്തും ഗദയും അശ്വരഥങ്ങളുമൊക്കെയായിരുന്നു ഒരു കാലത്ത് യുദ്ധമുഖത്തെ നിയന്ത്രിച്ചു നിർത്തുകയും അവിടെ പോർവിളി മുഴക്കുകയും ചെയ്തിരുന്ന ഘടകങ്ങൾ. പിന്നീട് അവയുടെ സ്ഥാനം പീരങ്കികളും തോക്കുകളും ഏറ്റെടുത്തു. എന്നാൽ ഇന്ന് കഥ മാറി. കാലത്തിന് അനുസൃതമായ നൂതന വിദ്യകൾ കൊണ്ട് യുദ്ധതന്ത്രങ്ങൾ മെനയുകയും പ്രത്യാക്രമണത്തിന് കോപ്പുകൂട്ടുകയുമാണ് ലോകരാജ്യങ്ങൾ. സാധാരണക്കാരനായ ഒരുവന് ചിന്തിക്കാനും കണക്കുകൂട്ടാനും കഴിയുന്നതിന് അപ്പുറമാണ് ഈ മുന്നേറ്റം. സൈബർ യുദ്ധം, ഡ്രോൺ അതിക്രമങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ എന്നിങ്ങനെ ഏറ്റുമുട്ടലുകളുടെ പുതിയ അധ്യായങ്ങളാണ് രാജ്യസംഘർഷങ്ങളുടെ ഭാഗമായി ഇന്ന് നിർണായക ഘടകങ്ങളായി മാറിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മിസൈൽ പ്രതിരോധ സംവിധാനം ചർച്ചയാകുന്നത്. ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളെല്ലാം തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യ, UK, അമേരിക്ക, ഇസ്രായേൽ, ഇറ്റലി, ഫ്രാൻസ്, ഇറാൻ, ചൈന, റഷ്യ, തായ്വാൻ എന്നീ രാജ്യങ്ങളാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. എന്താണ് മിസൈൽ പ്രതിരോധം? ആക്രമണ ആയുധ സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെതിരെയുള്ള ആയുധങ്ങളും കണ്ടുപിടിച്ചിരിക്കും. മിസൈൽ പ്രതിരോധം എന്നത് ആക്രമണ മിസൈലുകളുടെ കണ്ടെത്തലും ട്രാക്കിങ്ങും അവയുടെ തടസ്സപ്പെടുത്തലും നശീകരണവുമാണ്. ആണവായുധങ്ങളുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരായ പ്രതിരോധമായിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു രാജ്യത്തിന് ഏറ്റവും അപകടകരമായ ഭീഷണികളിലൊന്നാണ് ബാലിസ്റ്റിക് മിസൈലുകൾ. അമ്പരപ്പിക്കുന്ന വേഗതയുള്ള ഇവ ഏറ്റവും അപകടകരമായ ആയുധമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആയുധങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്നത് രാജ്യങ്ങൾ തങ്ങളുടെ പ്രധാന കർത്തവ്യമായി കരുതുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന വർഷം മുതൽക്കാണ് മിസൈൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ആദ്യമായി പഠിച്ചു തുടങ്ങിയത്. മിസൈലിന്റെ പാത കൃത്യമായി കണക്കാക്കിയാലും നിലത്ത് വീഴുന്നതിന് മുമ്പ് തോക്കുകൾക്ക് അത് നശിപ്പിക്കുവാനുള്ള സാധ്യത വളരെയേറെ കുറവാണ്. മാത്രവുമല്ല, തോക്കുകൾ തൊടുത്തുവിട്ട ഷെല്ലുകൾ നിലത്ത് വീഴുമ്പോൾ യഥാർത്ഥ മിസൈലിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നിലത്ത് വീഴുന്നതിന് മുമ്പ് മിസൈലുകളെ എങ്ങനെ നശിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. 31 രാജ്യങ്ങൾക്കാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ളത്. അവയിൽ 9 എണ്ണം മാത്രമേ ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്നതായി സംശയിക്കപ്പെടുന്നതോ ആയിട്ടുള്ളൂ. ഈ 9 എണ്ണത്തിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട്. ചൈന, ഫ്രാൻസ്, ഇസ്രായേൽ, ഉത്തര കൊറിയ, പാകിസ്ഥാൻ, റഷ്യ, UK, US എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ. ഇന്ത്യൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പൃഥ്വി എയർ ഡിഫൻസ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈലും. ഈ സംവിധാനങ്ങൾക്ക് ഉയരങ്ങളിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന റഡാറുകളും കമാൻഡ് കൺട്രോൾ പോസ്റ്റുകളും ഉൾപ്പെടുന്ന സംവിധാനങ്ങളും ഉണ്ട്. പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രയോഗിച്ചതിലൂടെയാണ് ഇന്ത്യയുടെ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായത്. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ NPOയും സംയുക്തമായാണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര, റഷ്യയിലെ മോസ്കവ എന്നീ 2 നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. 290 കിലോമീറ്ററാണ് ബ്രഹ്മോസിന്റെ ദൂരപരിധി.
2016 ഇതിന്റെ ദൂരപരിധി 400 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ അത് 400-ൽ നിന്ന് 800-ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആവനാഴിയിലെ കരുത്തുറ്റ ആയുധമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ബ്രഹ്മോസ് വിശേഷിപ്പിക്കപ്പെട്ടത്. കാരണം പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഉതിർത്തത് 15 ബ്രഹ്മോസ് മിസൈലുകളായിരുന്നു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളിലും കനത്ത നാശം വിതയ്ക്കാനും ബ്രഹ്മോസിന്റെ ആക്രമണങ്ങളിലൂടെ സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചതിലെ മറ്റൊരു ഘടകം ആകാശ് തീറായിരുന്നു. പൂർണ്ണമായും ഇന്ത്യ നിർമ്മിച്ച തദ്ദേശീയമായ മറ്റൊരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ശത്രുവിൽ നിന്നും വരുന്ന വ്യോമ ഭീഷണികളെ തത്സമയം കൃത്യമായി തടയുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന ഓട്ടോമേറ്റഡ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് ആകാശ് തീർ. 2025 മെയ് 9-നും 10-നും രാത്രിയിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക സിവിലിയൻ മേഖലകളിൽ ഏറ്റവും മാരകമായ വ്യോമാക്രമണം നടത്തിയപ്പോൾ ഇന്ത്യയുടെ സ്വന്തം നൂതന വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശ് തീർ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഓരോ ആക്രമണവും കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും നിർവീര്യമാക്കുകയും ചെയ്തിരുന്നു. ശ്രദ്ധിച്ച് കണക്കുകൂട്ടി പ്രഹരിക്കുക എന്നതാണ് ആകാശ് തീറിന്റെ രീതി. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ ഏറ്റവും മാരകമായ ആക്രമണം നടത്തിയപ്പോൾ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയ ആക്രമണത്തെ തടഞ്ഞു നിർത്തിയത് ആകാശ് തീർ എന്ന അദൃശ്യ മതിലായിരുന്നുവെന്നാണ് വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. AI സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ നടത്തിയ ആദ്യ സൈനിക പ്രതിരോധം എന്ന ബഹുമതി കൂടി ആകാശ് തീറിനുണ്ട്. ലോകം ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളതിനേക്കാൾ വേഗത്തിൽ ആകാശ് തീർ ശത്രുവിനെ കാണുകയും തീരുമാനിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നു. യുദ്ധവിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഗർജിക്കുകയോ മിസൈൽ പോലെ മിന്നിമറയുകയോ ചെയ്യുന്നില്ല. എവിടെ നിന്നും പ്രയോഗിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു ഗുണം. 25 കിലോമീറ്റർ പരിധിയിലുള്ള 4 വ്യോമ ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ ആകാശ് തീറിന് കഴിവുണ്ട്. ഇറക്കുമതി ചെയ്ത HQ-9, HQ-16 സിസ്റ്റങ്ങളെയാണ് ഇന്ത്യയെ തോൽപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ ആശ്രയിച്ചത്. പക്ഷേ പാകിസ്ഥാന്റെ ആ സിസ്റ്റങ്ങൾക്ക് ഇന്ത്യൻ ആക്രമണങ്ങൾ കണ്ടെത്തുവാനോ തടയുവാനോ സാധിച്ചില്ല. അതേസമയം ആകാശ് തീർ ഇന്ത്യയുടെ സാങ്കേതിക സ്വാശ്രയത്വവും തത്സമയ ഓട്ടോമേറ്റഡ് വ്യോമ പ്രതിരോധ യുദ്ധത്തിലെ മികവും പ്രകടമാക്കി. സിസ്റ്റത്തിന്റെ സെൻസറുകളിൽ ടാക്ടിക്കൽ കൺട്രോൾ റഡാർ റിപ്പോർട്ടർ, 3D ടാക്ടിക്കൽ കൺട്രോൾ റഡാറുകൾ, ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, ആകാശ് വെപ്പൺ സിസ്റ്റത്തിന്റെ റഡാർ എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം സമാനതകളില്ലാത്ത സാഹചര്യ അവബോധവും പ്രതികരണശേഷിയും നൽകുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവയാണ്. ആകാശ് തീർ ബുദ്ധിപരമായ യുദ്ധനീക്കങ്ങളാണ് നടത്തുന്നത്. കൺട്രോൾ റൂം, റഡാറുകൾ, ഡിഫൻസ് ഗൺ എന്നിവ ഉൾപ്പെട്ട എല്ലാ കക്ഷികൾക്കും പൊതുവായതും തത്സമയവുമായ ഒരു വ്യോമചിത്രം ഈ സംവിധാനം നൽകുന്നു. ഇത് ഏകോപിത വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുന്നു. ശത്രുവിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവയുടെ കണ്ടെത്തൽ, ട്രാക്കിംഗ്, ഇടപെടൽ എന്നിവ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിവിധ റഡാർ സംവിധാനങ്ങൾ, സെൻസറുകൾ, ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ എന്നിവ ഒരൊറ്റ പ്രവർത്തന ചട്ടക്കൂടിലേക്ക് ആകാശ് തീർ സംയോജിപ്പിക്കുന്നു. ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുകയും അത് പ്രോസസ്സ് ചെയ്യുകയും ഓട്ടോമേറ്റഡ് തത്സമയ ഇടപെടൽ തീരുമാനങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു. മറ്റ് സിസ്റ്റങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന വിശാലമായ C4 ISR കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻസ്, കമ്പ്യൂട്ടറുകൾ, ഇന്റലിജൻസ്, സർവൈലൻസ്, റീകണൈസൻസ് ചട്ടക്കൂടിന്റെ ഭാഗമാണ് ആകാശ്. വാഹന അധിഷ്ഠിത സംവിധാനം ചലനാത്മകവും പ്രതികൂല സാഹചര്യങ്ങളിൽ കൈകാര്യം ചെയ്യാൻ എളുപ്പവുമാണ്. ഗ്രൗണ്ട് അധിഷ്ഠിത റഡാറുകളെയും
മാനുവൽ തീരുമാനങ്ങളെയും ആശ്രയിക്കുന്ന പരമ്പരാഗത വ്യോമ പ്രതിരോധ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധമേഖലകളിലെ താഴ്ന്ന നിലയിലുള്ള വ്യോമാതിർത്തിയുടെ സ്വയംഭരണ നിരീക്ഷണവും ഗ്രൗണ്ട് അധിഷ്ഠിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ നിയന്ത്രണവും ആകാശ് തീർ പ്രാപ്തമാക്കുന്നു. നിഷ്ക്രിയ പ്രതിരോധത്തിൽ നിന്ന് മുൻകൈയെടുത്തിട്ടുള്ള തിരിച്ചടിയിലേക്കുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ തത്വത്തിലെ വ്യക്തമായ മാറ്റമാണിത്. അതുപോലെ തന്നെ ആധുനിക യുദ്ധരംഗത്തേക്കുള്ള ആകാശ് തീറിന്റെ കടന്നുവരവ് ഇന്ത്യയുടെ സൈനിക സംവിധാനത്തിൽ ന്യൂജൻ മാറ്റമായും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. മുൻ പാഠങ്ങൾ പഠിച്ചതുവഴിയായി നിയന്ത്രണ രേഖ കടന്നുള്ള ഇന്ത്യൻ ആക്രമണത്തെയാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് കുഴിബോംബുകൾ നിറച്ചും മറ്റുമാണ് അവർ ഇന്ത്യൻ സൈന്യത്തെ എതിരിടാനായി കാത്തിരുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകളും പദ്ധതികളും അമ്പെ തകർത്തുകൊണ്ട് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യ ശക്തമായ മറുപടി നൽകുകയായിരുന്നു. അതിന് സഹായിച്ചതാവട്ടെ ആകാശ് തീർ. പാകിസ്ഥാന്റെ 9 ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യ മിസൈലുകൾ അയച്ചത്. 24 ഭീകര കേന്ദ്രങ്ങളും നാമാവശേഷമാക്കി. പാക് പഞ്ചാബിലെ ബഹാവൽപൂരിലേക്കും ലാഹോറിലേക്കും വരെ ആകാശ് തീറിന്റെ സഹായത്തോടെ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി. ദീർഘദൂര പരിധി, മെച്ചപ്പെട്ട റഡാർ ശേഷി, നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങളെ ചെറുക്കാനുള്ള കഴിവ് എന്നിവയാണ് ആകാശ് തീറിന്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഇന്ത്യൻ ആയുധങ്ങളുടെ മികവും വൈദഗ്ധ്യവുമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചത്. ചൈനീസ് നിർമ്മിത പാക് വ്യോമാക്രമണങ്ങളെ തടുത്തിടാൻ തദ്ദേശീയ ആയുധങ്ങൾക്ക് സാധിച്ചതോടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ്. കാലങ്ങളായി ഇന്ത്യ തദ്ദേശീയ പ്രതിരോധ ഉപകരണങ്ങളെയാണ് ആശ്രയിക്കുന്നത്. തന്മൂലം വിദേശ ആയുധങ്ങളോടുള്ള ഇന്ത്യയുടെ ആശ്രയത്വം കുറഞ്ഞിട്ടുമുണ്ട്. മാത്രവുമല്ല, ലോകവിപണിയിൽ ഇന്ത്യൻ ആയുധങ്ങൾക്ക് ആവശ്യക്കാർ വർദ്ധിച്ചിട്ടുമുണ്ട്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 2024-25 സാമ്പത്തിക വർഷത്തിൽ 23,622 കോടി രൂപയാണ് ഇന്ത്യക്ക് പ്രതിരോധ കയറ്റുമതിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. അതായത് മുൻ വർഷങ്ങളിലേതിനെ അപേക്ഷിച്ച് 12% വർധനവ്. ഇതൊരിക്കലും നിസ്സാര കാര്യമല്ല. തായ്ലൻഡ്, സിംഗപ്പൂർ, ബ്രൂണൈ, ബ്രസീൽ, ചിലി, അർജന്റീന, വെനസ്വല, ഈജിപ്റ്റ്, സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, സൗത്ത് ആഫ്രിക്ക, ബൾഗേറിയ എന്നീ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വ്യാപാര ആവശ്യങ്ങൾക്കായി മിസൈലുകൾ വാങ്ങാനുള്ള ചർച്ചകൾ നടന്നുവരികയാണ്. തദ്ദേശീയ ആയുധങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചുവെങ്കിലും ഇറക്കുമതിയിലും ഇന്ത്യ വളരെ മുന്നിലാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ 2ാമത്തെ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നവയിൽ 36% റഷ്യയിൽ നിന്നാണ്. ഫ്രാൻസ്, ഇസ്രായേൽ, US എന്നിവയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തദ്ദേശീയ ആയുധങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചുവെങ്കിലും ഇറക്കുമതിയിലും ഇന്ത്യ വളരെ മുന്നിൽ തന്നെയാണ്. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു പേരുണ്ട്. അത് മറ്റാരുടെയുമല്ല, ഇന്ത്യയുടെ രാഷ്ട്രപതി കൂടിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെതാണ്. രാജ്യത്തിന്റെ സിവിലിയൻ ബഹിരാകാശ പദ്ധതിയിലും സൈനിക മിസൈൽ വികസനത്തിലും അദ്ദേഹം വഹിച്ച പങ്ക് കണക്കിലെടുത്ത് രാജ്യം അദ്ദേഹത്തിന് ഒരു വിശേഷണം നൽകിയിട്ടുണ്ട്: ഇന്ത്യയുടെ മിസൈൽ മാൻ. രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയിലും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയിലും എയ്റോസ്പേസ് എഞ്ചിനീയറായി കലാം പ്രവർത്തിച്ചിരുന്നു. 1998 ഇന്ത്യയുടെ പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങളിലും അദ്ദേഹം നിർണായകമായ സംഭാവനകളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ശാസ്ത്രജ്ഞനായാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SLV-3ന്റെ പ്രോജക്ട് ഡയറക്ടറുമായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച
ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ രോഹിണിയെ ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ വിജയകരമായി വിന്യസിച്ച പ്രോജക്റ്റിൽ ഡയറക്ടറായിരുന്നത് കലാമായിരുന്നു. 1970-കളിൽ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കാൻ അനുവദിക്കുന്നതിനായി പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കാൻ അദ്ദേഹം ശ്രമം നടത്തുകയും പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. 1993 സെപ്റ്റംബർ 20-നാണ് ഇത് ആദ്യമായി വിക്ഷേപിച്ചത്. കളിൽ പ്രോജക്റ്റ് ഡെവിൾ, പ്രോജക്റ്റ് വാലിയന്റ് എന്നീ 2 പദ്ധതികൾക്കാണ് അബ്ദുൽ കലാം നേതൃത്വം നൽകിയത്. ഹ്രസ്വദൂര ഉപരിതല വായു മിസൈലുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ ദ്രാവക ഇന്ധന മിസൈൽ പദ്ധതിയായിരുന്നു പ്രോജക്റ്റ് ഡെവിൾ. പക്ഷേ അത് വിജയപ്രദമായിരുന്നില്ല. തുടർന്ന് 1980-ൽ ഈ പ്രൊജക്ട് ഉപേക്ഷിക്കേണ്ടതായി വന്നു. പിന്നീടാണ് പൃഥ്വി മിസൈലിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞത്. ഇന്റർഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പദ്ധതിയുടെ ചീഫ് എക്സിക്യൂട്ടീവായി സേവനമനുഷ്ഠിക്കുമ്പോൾ 4 പദ്ധതികളാണ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്. ഹ്രസ്വദൂര ഉപരിതല മിസൈലായ പൃഥ്വി, ഹ്രസ്വദൂര താഴ്ന്ന തല ഉപരിതല വായു മിസൈലായ ത്രിശൂൽ, ഇടത്തരം ഉപരിതല വായു മിസൈലായ ആകാശ്, 3ാം തലമുറ ടാങ്ക് വിരുദ്ധ മിസൈലായ നാഗ് എന്നിവയായിരുന്നു അവ. 1988-ൽ പൃഥ്വി മിസൈലും 1989-ൽ അഗ്നി മിസൈലും നിർമ്മിച്ചുകൊണ്ടാണ് IGMDP-യുടെ പദ്ധതി അബ്ദുൽ കലാം വിജയിപ്പിച്ചത്. പൊക്രാൻ 2 നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതോടെ ഒരു ദേശീയ നായകന്റെ പദവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2020 ആകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുന്നതിനായി ടെക്നോളജി വിഷൻ 2020 എന്ന പേരിൽ രാജ്യവ്യാപക പദ്ധതി നിർദ്ദേശിക്കുകയും ആണവ ശക്തീകരണ, വിവിധ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ, കാർഷിക ഉൽപാദന ക്ഷമത മെച്ചപ്പെടുത്തൽ തുടങ്ങിയവ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇങ്ങനെ രാജ്യത്തിന്റെ പുരോഗതിക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും നൽകിയ മികച്ച സംഭാവനകളെ ആസ്പദമാക്കിയാണ് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന വിശേഷണത്തിന് അദ്ദേഹം ഉടമയായത്. ഇനി വിവിധ രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് പറയാം. യുദ്ധ പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കുന്ന രാജ്യങ്ങളിൽ അപ്രമാദിത്വമുള്ള രാജ്യമാണ് ചെറുതെങ്കിലും ഇസ്രായേൽ. റഡാറുകൾ, എയർലി വാർണിംഗ് സിസ്റ്റം, മിസൈലുകൾ എന്നിങ്ങനെ വൈവിധ്യം നിറഞ്ഞതാണ് ഇസ്രായേലിന്റെ യുദ്ധ പ്രതിരോധ മാർഗങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവയെ നേരിടാനും പ്രതിരോധിക്കാനുമായി ഇസ്രായേൽ ഇവയൊക്കെ രൂപകൽപ്പന ചെയ്ത് തുടങ്ങിയത്. 2001 മുതൽക്കാണ് പലസ്തീൻ ഇസ്രായേലിന് നേരെയുള്ള ക്വാസം റോക്കറ്റ് വിക്ഷേപണം ശക്തമാക്കിയത്. താരതമ്യേന ചെലവ് കുറഞ്ഞ രീതിയിലാണ് പാലസ്തീൻ ഈ റോക്കറ്റുകൾ നിർമ്മിച്ചിരുന്നത്. തുടർച്ചയായി ഇസ്രായേലിലേക്ക് പാലസ്തീൻ റോക്കറ്റുകൾ വിക്ഷേപിച്ചു കൊണ്ടിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തിയ ദിവസങ്ങളായിരുന്നു അത്. ഈ സാഹചര്യമാണ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ ഉപയോഗിച്ചത്. വ്യോമ പ്രതിരോധ മാർഗങ്ങളിൽ ഏറ്റവും മികച്ചത് ഇസ്രായേലിന്റെ അയൺ ഡോം ആണെന്നാണ് കരുതപ്പെടുന്നത്. 2006-ൽ ഇസ്രായേലും ലബനനും തമ്മിലുണ്ടായ യുദ്ധത്തെ തുടർന്നാണ് ഇസ്രായേൽ ഇത്തരമൊരു വ്യോമ പ്രതിരോധ മാർഗത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. റഡാറുകൾ, നിയന്ത്രണ കേന്ദ്രം, മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അയൺ ഡോം. ചെറിയ പരിധിയുള്ള റോക്കറ്റുകളെ തകർക്കുകയാണ് ഇവയുടെ ലക്ഷ്യം. 2011 ജൂൺ മുതൽ ഇസ്രായേൽ ഇത് പ്രയോഗിച്ചു തുടങ്ങി. 70 കിലോമീറ്റർ വരെ പരിധിയുള്ള റോക്കറ്റുകളെ ഏത് പ്രതികൂല കാലാവസ്ഥയിലും നേരിടാൻ മാത്രം ഇവയ്ക്ക് കരുത്തുണ്ട്. ഇതനുസരിച്ച് ശത്രു നടത്തുന്ന ഏതു തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നതിന് അയൺ ഡോം എന്ന അത്യാധുനിക സംവിധാനത്തിന് സാധിക്കുന്നു. ശത്രുവിന്റെ ഹ്രസ്വദൂര റോക്കറ്റുകളെ മിസൈൽ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിലൂടെ തകർക്കുകയാണ് അയൺ ഡോം ചെയ്യുന്നത്. റോക്കറ്റുകൾ, മോട്ടാറുകൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ല വിമാനങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെ തകർക്കാൻ അയൺ ഡോമിന് കഴിവുണ്ട്. ഇസ്രായേലിന് നേരെ ഒരു റോക്കറ്റ് ശത്രു രാജ്യം വിക്ഷേപിക്കുമ്പോൾ തന്നെ റഡാർ ഇത് കണ്ടെത്തുകയും ആധുനിക നിയന്ത്രണ സംവിധാനത്തിന് വിവരം കൈമാറുകയും ചെയ്യും. 3 യൂണിറ്റുകളോട് കൂടിയതാണ് ഒരു അയൺ ഡോം. ശത്രു തൊടുത്തുവിടുന്ന റോക്കറ്റുകളെ തിരിച്ചറിയാനുള്ള റഡാർ സംവിധാനം, പ്രത്യാക്രമണം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം, മിസൈലുകൾ തൊടുത്തുവിടുന്ന 3 ലോഞ്ചറുകൾ എന്നിവ അടങ്ങുന്നതാണ് അയൺ ഡോമിന്റെ ഒരു ബാറ്ററി. ഓരോ ലോഞ്ചറിലും 20 പ്രത്യാക്രമണ മിസൈലുകൾ ഉണ്ടായിരിക്കും.
4 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതാണ് ഇതിൽ ഉപയോഗിക്കുന്ന താമിർ മിസൈലുകൾ. ഈ 3 യൂണിറ്റുകളും വ്യത്യസ്ത ഇടങ്ങളിലായിരിക്കും സ്ഥാപിച്ചിരിക്കുന്നത്. മറ്റ് റോക്കറ്റ് ലോഞ്ചർ ബാറ്ററികളുമായി അയൺ ലോഞ്ചർ വ്യത്യാസപ്പെട്ടിരിക്കുന്നതും ഇങ്ങനെയാണ്. രാത്രിയിലും പകലും പ്രതികൂല കാലാവസ്ഥയിലും അയൺ ഡോമിന് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനാകും. ഇസ്രായേലിന്റെ റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം രൂപീകരിച്ചത്. ഇതിനു പിന്നിൽ അമേരിക്കയുടെ സാമ്പത്തിക സഹായവുമുണ്ട്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ഇടപാടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് അയൺ ഡോമിന്റെ ഗവേഷണവും നിർമ്മാണവും കണക്കാക്കപ്പെടുന്നത്. അമേരിക്ക സ്വപ്നം കാണുന്ന പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം. ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിട്ടാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇനിയൊരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമായിരിക്കും എന്ന വിധത്തിലാണ് ഗോൾഡൻ ഡോമിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്താണ് ഗോൾഡൻ ഡോമിന്റെ പ്രത്യേകത? ഇസ്രായേലിന്റെ അയൺ ഡോമിനേക്കാൾ 100 ഇരട്ടി ശക്തിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അമേരിക്ക സ്വപ്നം കാണുന്ന ഗോൾഡൻ ഡോം. ഭൂമിയിൽ നിന്നും വിമാനം വഴിയും ഡ്രോൺ വഴിയും എത്തുന്ന ബാലിസ്റ്റിക് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ തുടങ്ങിയ എല്ലാത്തരം മിസൈലുകളെ നശിപ്പിക്കാൻ കഴിവുള്ളവയാണ് ഇവ. ആയിരക്കണക്കിന് മിസൈലുകളാണ് ഈ സിസ്റ്റത്തിൽ ഘടിപ്പിക്കുന്നത്. ബഹിരാകാശത്ത് നിന്ന് അയക്കുന്ന മിസൈലുകളിൽ ഒന്നിനെ പോലും ഭൂമിയിൽ തൊടാൻ അനുവദിക്കാത്ത വിധത്തിൽ ആരംഭത്തിൽ തന്നെ അവയെ നിർവീര്യമാക്കാനും നിശേഷം നശിപ്പിക്കാനും കഴിവുള്ളവയാണ് ഗോൾഡൻ ഡോം. ഗോൾഡൻ ഡോം പ്രവൃത്തി പദത്തിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിനും ഒരു മിസൈൽ പോലും അമേരിക്കയിലേക്ക് അയക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. 41 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ് ഇതിനായി അമേരിക്ക ചിലവഴിക്കുന്നത്. റഷ്യ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400 ട്രയംഫ്. ലോകത്ത് നിലവിലുള്ള ഏറ്റവും നൂതനവും ശക്തവുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായിട്ടാണ് S-400 ട്രയംഫ് കണക്കാക്കപ്പെടുന്നത്. ഡ്രോണുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മിക്കവാറും എല്ലാത്തരം വ്യോമാക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാൻ ഇതിന് കഴിവുണ്ട്. S-400നെ SA-21 ഗ്ലോറർ എന്നാണ് നാറ്റോ നാമകരണം നടത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു കവചമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ സംവിധാനം. നുഴഞ്ഞുകയറ്റ വിമാനങ്ങൾ, ആളില്ല വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയും ഇവയ്ക്ക് നേരിടാൻ കഴിയും. ഉയർന്ന മൊബിലിറ്റി, ദ്രുതഗതിയിലുള്ള വിന്യാസം, നൂതന റഡാർ, ബഹുതല പ്രതിരോധം എന്നിവയെല്ലാമാണ് ഇതിൻ്റെ സവിശേഷത. 400 കിലോമീറ്ററാണ് ദൂരപരിധി. വേഗത, ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ശേഷി എന്നിവയാണ് ഇതിൻ്റെ നിരവധി രാജ്യങ്ങൾക്ക് ആവശ്യമുള്ളതാക്കി മാറ്റിയിരിക്കുന്നത്. റഷ്യൻ സായുധ സേനയും ഇന്ത്യയും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഒരുപോലെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ S-400നോട് താല്പര്യം കാണിച്ചത്. എന്നാൽ അമേരിക്കയ്ക്ക് ഇത് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അമേരിക്കയുടെ MM-104 പാട്രിയോറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ നല്ലതായിരുന്നു S-400. അമേരിക്കയുടെ എതിർപ്പ് മറികടന്നാണ് ഇന്ത്യ ഇത് വാങ്ങിയത്. ഇന്ത്യയെ കൂടാതെ തുർക്കി, ബെലാറസ്, അൾജീരിയ എന്നീ രാജ്യങ്ങൾക്കും ഈ പ്രതിരോധ സംവിധാനം റഷ്യ നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ അയൺ ഡോം, റഷ്യയുടെ S-400 എന്നിവയെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഇന്ത്യക്ക് ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഒരുങ്ങുന്നുണ്ട് എന്നതാണ് പുതിയ വാർത്ത. പ്രോജക്റ്റ് കുശ എന്നാണ് ഇതിൻ്റെ പേര്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഒരു പ്രോഗ്രാമാണ് പ്രോജക്റ്റ് കുശ. ഈ മിസൈൽ സംവിധാനത്തിൽ കുറഞ്ഞത് 3 തരം ഇന്റർസെപ്റ്ററുകൾ ഉണ്ടായിരിക്കുമെന്നാണ് നിഗമനം. 2028-29 വർഷങ്ങളിലായി
ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ നാവികസേനയും ഇത് വിന്യസിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ചയും വികാസവും മിസൈലുകളുടെ പ്രതിരോധത്തിൽ പുതിയ ചരിത്രങ്ങൾ രചിക്കുന്നതിനായി നമുക്ക് കാത്തിരിക്കാം.